അലീന, ഹലോ ഏട്ടാ. അലീന, നീ നെറ്റ് ഓൺ ചെയ്യ്. ആ ശരി ഏട്ടാ. ഇന്ന് വർക്ക് തീരാൻ വൈകി. നീ കിടന്നോ? ഞാൻ ഇത്തവണ പോരുന്നത് ക്യാൻസൽ ചെയ്തിട്ടായിരിക്കും. നാട്ടിൽ വന്നിട്ട് നിന്റെ സ്വർണവും ഞാൻ കരുതിയതും കൂടി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. അലീന, നല്ല തലവേദന. നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. അനന്തു, എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്യുന്നത്? ഇങ്ങനെ ചതിക്കാൻ എനിക്ക് വയ്യ. നീ എന്നെ എത്രയും വേഗം കൊണ്ടുപോകണം. ആ പാവ അവിടെ കിടന്ന് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ആഭരണങ്ങളാ ഞാൻ നിനക്ക് തന്നത്. അത് തിരികെ വെച്ചിട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ എന്നോട് ദൈവം പോലും പൊറുക്കില്ല. അടുത്ത ആഴ്ച നമുക്ക് പോവാം, പോരെ? അതിനു മുമ്പ് സ്വർണം ഞാൻ എടുത്തു തരാം. പിന്നെ നമ്മുടേത് മാത്രമായ ലോകം. അലീന, എന്റെ ചക്കരല്ലടാ, ഒരു ഉമ്മതാ. നീ ഇപ്പൊ ഏത് ഡ്രസ് ആയിട്ടിരിക്കുന്നേ? മുത്തേ, എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നടാ. മോളെ, നീ എവിടെയെന്ന് പറഞ്ഞാ മതി, ഞാൻ അങ്ങോട്ട് വരാം. പ്ലീസ്ഡാ. എന്താടാ ഇപ്പഴേ തുടങ്ങിയോ? ഓക്കേടാ മുത്തേ, ഡാഡി വന്നു, ഞാൻ പിന്നെ വിളിക്കാം. അവള് വീഡിയോ അയച്ചെന്നാടാ. യെസ്, കാണണോ? ഒന്ന് സെൻഡ് ചെയ്താടാ. മോനെ, അക്കളി വേണ്ട. യൂട്യൂബിൽ വന്നാ പിന്നെ അത് തലേന്ന് ഇറക്കി വെക്കാൻ വല്ലാത്ത പാടാ. ഇതവളാ, പഴയ കേസ് അലീന. ഈ നമ്പർ അവൾക്ക് എവിടെ നിന്ന് കിട്ടി? ഹലോ, ഞാൻ അലീനയാ. എനിക്കെന്റെ ആഭരണങ്ങൾ തിരിച്ചു തരണം. അതിനുള്ള പണം ഞാൻ തരാം. അലീന, എന്നോട് ക്ഷമിക്കൂ അലീന. ഇത്രയും നാൾ നിന്നോട് ചെയ്ത തെറ്റോർത്ത് ഞാൻ സ്വയം ശപിച്ചു കഴിയായിരുന്നു. നിർത്തണ നായേ. നിന്നോടുള്ള പ്രേമം പുതുക്കാനല്ല ഞാൻ വിളിച്ചത്. ഒരു പാവം മനുഷ്യനെ ചതിച്ചതിന്റെ വേദന ഇപ്പോഴും എന്റെ നെഞ്ചിലുണ്ട്. ദയവ് ചെയ്ത് ആ ആഭരണങ്ങൾ എനിക്ക് തിരിച്ചു തരണം. അലീന, നീ എന്നെ വിശ്വസിക്കില്ലെന്നറിയാം. എന്റെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടാ. നീ പണം തന്നാ പിന്നെ എന്താ പ്രശ്നം? പിന്നെ ഉടനെ അതിന്റെ പലിശയെങ്കിലും അടച്ചു വെക്കണം. ദയവ് ചെയ്ത് ഇനിയും എന്നെ ചതിക്കരുത്. പണം വരുന്ന വഴി കണ്ടോടാ മച്ചു. സ്വർണ്ണമൊക്കെ ഞാൻ എന്നേ വിറ്റ് കാശാക്കി. കെട്ടിയോ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുമ്പോ സുഖം തേടി പോന്ന ഇവളോടൊക്കെ എന്ത് സെന്റിമെന്റ്സ്. മാക്സിമം മുതലാക്കി കഴിഞ്ഞാ ദാ ഇതേപോലെ അങ്ങോട്ട് വലിച്ചെറിയ. മതി അച്ഛാ എണ്ണിയത്. 50 പൈസ കൂടിയാലും അടുത്ത തവണ കുറയ്ക്കാലോ. കണക്കിന്റെ കാര്യത്തില് 50 അല്ല 5 നയാ പൈസയുടെ വിട്ടുവീഴ്ച ഈ ആന്റണി ചെയ്യില്ലല്ലോ പെങ്ങളെ. പെങ്ങളോ? കാര്യം കഴിഞ്ഞാ എനിക്ക് എല്ലാരും പെങ്ങന്മാരാ പെങ്ങളെ. ഇതാ ഇത് മൊത്തത്തിലെടുത്തോ, ഈ ബാഗ് അടക്കം. ഈ ചില്ലറയ്ക്ക് പകരം നോട്ട് തന്നൂടെ? ബാക്കിയുള്ളവർ ഇതും ചമ്മന്നോണ്ട് നടക്കണം. ചില്ലറ കടയെ വെച്ചാ അവിടെ ഒരുത്തന്റെ അടിച്ചു മാറ്റാൻ ഒരു ദിവസം ഞാൻ കാണാതെ ചായ കുടിക്കാൻ 7 റുപ്യ അടിച്ചു മാറ്റിയാ കന്നാലി. വലിയ നഷ്ടമായിപ്പോയി. പെങ്ങൾ ഇത് സമാധാനമായിട്ട് എണ്ണി നോക്ക്, കിറ് കൃത്യൊരിക്കും. എങ്ങനെ ഉണ്ട്? എന്തോന്ന് എണ്ണി തന്നതേ. ഒന്ന് പോ ചേട്ടാ. ഹലോ, എന്തു പറ്റി? എന്തുട്ടാ ഇഷ്ടമായി പറയണത്? ഞാൻ ദാ എത്തി. ഇനി വേറൊരു വണ്ടിക്ക് പണിയുണ്ട്. ഓക്കെ. അയാൾ ഇതുവരെ കണ്ടില്ലല്ലോ. ആളെ കൊല്ലാൻ അയാൾ ഈ പാട്ട വണ്ടി നമ്മുടെ തലയിൽ കെട്ടിവെച്ചത്.